മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ അപമാനിക്കുക എന്നത് ചിലർക്കൊക്കെ വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള രണ്ട് വാർത്തകളാണ് പങ്കുവയ്ക്കുന്നത്. ഇവിടെ ഇരകൾ എന്ന് വിളിക്കേണ്ടത് ഹിന്ദുക്കളെ തന്നെയാണ്. ഒന്നാമതായി അയ്യപ്പന്മാരാണ് അപമാനിക്കപ്പെട്ടതായിട്ടുള്ള ഒരു പരാതി പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇത് വൃശ്ചിക മാസക്കാലമാണ്, മണ്ഡലക്കാലമാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന പലരും ഇപ്പോൾ മണ്ഡലകാല വ്രതത്തിൽ തന്നെയാണ്. അക്കൂട്ടത്തിൽ വിദ്യാർത്ഥികളുണ്ടാകും, വലിയ ആൾക്കാരുണ്ടാകും. കലോത്സവം നടക്കുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ലാ കലോത്സവം നടക്കുകയാണ്. ഈ ജില്ലാ കലോത്സവത്തിലെ ഒരു സംഭവമാണ് മണ്ഡലകാല വ്രതത്തിലുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന സ്കൂൾ കലോത്സവം. ഇവിടെ മാംസാഹാരം വിളമ്പി എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് മാംസാഹാരം വിളമ്പിയത്. ഈ കലോത്സവം നടക്കുന്നത് കോട്ടയ്ക്കൽ GRHSSലാണ്. വൃശ്ചികമാണ്. ഹിന്ദുക്കളായ മിക്ക വിദ്യാർത്ഥികളും അധ്യാപകരും കലോത്സവ നഗരിയിലെത്തുന്ന രക്ഷകർത്താക്കളും മാല അണിഞ്ഞാണ് എത്തുന്നത്. അതായത് അവർ വ്രതത്തിലാണ്. ആ വ്രതം തുടരുന്ന സാഹചര്യത്തിൽ മാല അണിഞ്ഞാണ് ഇവരെത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഇവരുടെ പാത്രത്തിൽ ചിക്കൻ വിഭവം വിളമ്പിയതത്രേ. സംഭവം ഇങ്ങനെയാണ്. ഉച്ചഭക്ഷണത്തിൽ മാംസാഹാരം ഉണ്ടെന്നത് ബോധപൂർവം സംഘാടകർ മറച്ചുവെച്ചതായും ആരോപണമുണ്ട്. വ്രതത്തിലുള്ളവരുടെ പാത്രത്തിൽ പലർക്കും വിളമ്പി കിട്ടിയപ്പോഴാണ് ചിക്കനാണ് ഇത് എന്നവർ മനസ്സിലാക്കിയത് തന്നെ. 10 ഭക്ഷണ കൗണ്ടറുകളിൽ ഒരിടത്ത് മാത്രമാണ് സസ്യാഹാരം ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഈ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരുന്നില്ല. വെജിറ്റേറിയൻ ഫുഡ് വേണം എന്നുള്ളവർ പോകേണ്ട കൗണ്ടർ ഏതാണ് എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നില്ല. അത് മനസ്സിലാക്കാതെ കൗണ്ടറുകളിൽ എത്തിയ അയ്യപ്പന്മാരുടെ പാത്രത്തിലാണ് ഇറച്ചി നൽകിയത്. ഇവിടെ ഒരു ഭാഗം മാത്രം നമ്മൾ തെറ്റ് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. ഇവർക്ക്, അതായത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള അയ്യപ്പന്മാർക്ക് ആദ്യമേ ചോദിച്ച് വിശദമായി മനസ്സിലാക്കാമായിരുന്നു എവിടെയാണ് വെജിറ്റേറിയൻ ഫുഡ് വിളമ്പുന്നത് എന്ന്. രണ്ടാമത്, ഫുഡ് വിളമ്പുന്നവർ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത് നോൺ വെജിറ്റേറിയൻ ഫുഡ് വിളമ്പുന്ന ഇടമാണ്. എന്നാൽ അപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് എത്തേണ്ടവരിലേക്ക് ഇങ്ങനെയാണ് ഒരു 10 കൗണ്ടർ ഉള്ളതിൽ ഒരു കൗണ്ടർ, ഈ ഒരു കൗണ്ടറിൽ മാത്രമാണ് നോൺ വെജ് വിളമ്പുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കൗണ്ടറിൽ മാത്രമാണ് വെജിറ്റേറിയൻ വിളമ്പുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ കറക്റ്റായി കൊടുത്തിട്ടില്ല എന്നുള്ള ആ പരാതിയുടെ ഒരു സാധുതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. കുരിക്കൽ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കറുത്തേടത്ത് ഇബ്രാഹിം ഹാജിയാണത്രേ ചിക്കൻ വിഭവം സ്പോൺസർ ചെയ്തത്. ഇടത് അധ്യാപക സംഘടന KSTA-ക്കാണ് ഭക്ഷണ കമ്മിറ്റി മേൽനോട്ടം. ഭക്ഷണ കമ്മിറ്റിക്ക് ഭക്ഷണ മെനു തയ്യാറാക്കാമെന്ന പഴുതുപയോഗിച്ചാണ് മാംസാഹാരം കൂട്ടിച്ചേർത്തത്. നേരത്തെയും ഈ കലോത്സവ വേദികളിൽ ഈ മാംസാഹാരം വിളമ്പുന്നതിനെ കുറിച്ച് വളരെ വലിയൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. മാംസാഹാരം വേണമെന്നുള്ളവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് കഴിക്കാതിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ, പ്രത്യേകിച്ച് ഇതുപോലെ വ്രതകാലമൊക്കെ ഉള്ള സമയത്ത് ആരായാലും, ഏത് മതത്തിൽപ്പെട്ടവരായാലും അത് ശ്രദ്ധയോടുകൂടി തന്നെ അത് പാലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻഫർമേഷൻ, ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടതായിരുന്നു. തിരിച്ചായാലും ഇനിയിപ്പോൾ ക്രിസ്ത്യാനികളുടെ നോമ്പ് കാലത്തായാലും ഇനി മുസ്ലിങ്ങളുടെ നോമ്പ് കാലത്തായാലും അവർ പാലിക്കുന്ന ചിട്ടകൾ മറ്റു മതത്തിൽ ഉള്ളവർ മനസ്സിലാക്കി ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് ഇങ്ങനെ പങ്കെടുക്കുന്ന അവസരത്തിൽ അവർക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അയ്യപ്പന്മാർക്ക് അപമാനം നേരിട്ടു എന്നത് നമുക്ക് തള്ളിക്കളയാനുമാകില്ല. പക്ഷേ ഇത്തരം വേദികളിൽ ചെല്ലുമ്പോൾ പൊതുവെ വ്രതം അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധിക്കുക. എവിടെയാണ് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നത്, ശുദ്ധമായ ആഹാരം കിട്ടുന്നത്, അശുദ്ധിയില്ലാതെ എങ്ങനെയാണ് കഴിക്കാൻ സാധിക്കുക എന്നുള്ളത് അവരവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് വടകര ഓർക്കാട്ടേരിയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി ശൗചാലയം പണിയാൻ പഞ്ചായത്തിന്റെ ഗൂഢനീക്കം നടക്കുന്നു എന്നതാണ്. RMPയുടെ പിന്തുണയോടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ ഇപ്പോൾ ഭക്തജന പ്രതിഷേധം ഇരമ്പുകയാണ്. ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ നടപടി അംഗീകരിക്കാനാവില്ല എന്നാണ് ഭക്തജനങ്ങളുടെ നിലപാട്. വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് നിന്ന് ഉയരുന്നത്. ആസ്തി രജിസ്റ്ററിൽ ചേർത്ത് സർക്കാർ ഭൂമിയാണ് എന്ന് വരുത്തി തീർക്കാനാണ് പഞ്ചായത്തിന്റെ ശ്രമം. സ്ഥലം ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് എന്ന് കാണിക്കുന്ന രേഖകൾ ഭക്തജനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നും പഞ്ചായത്തിന്റെ കയ്യേറ്റം അനുവദിക്കില്ല എന്നുമുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസി സമൂഹം. 2023 പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കയ്യേറ്റ ശ്രമം ആദ്യമുണ്ടായത്. തുടർന്ന് ഭക്തജനങ്ങൾ ഇടപെട്ട കയ്യേറ്റം തടഞ്ഞു. ഇതിന് പിന്നാലെ അന്നത്തെ ക്ഷേത്ര ഭരണസമിതിയുടെ ഒത്താശയോടെ ക്ഷേത്രത്തിന്റെ ഭൂമി വ്യാജരേഖകൾ ചമച്ച് പഞ്ചായത്ത് സ്വന്തമാക്കിയെന്നാണ് ആക്ഷേപമുയരുന്നത്. ആസ്തി രജിസ്റ്ററിൽ ചേർത്തത് സർക്കാർ ഭൂമിയാണെന്ന് വരുത്തി തീർത്തു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടക്കമുള്ള രേഖ
രേഖകൾ ഹാജരാക്കാൻ പഞ്ചായത്തിന് സാധിച്ചിരുന്നില്ല. പിന്നീട് ഭക്തർ നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട്ടെ ആർക്കൈവിൽ നിന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ലഭിക്കുകയായിരുന്നു. ഓർക്കാട്ടേരി ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് എന്ന് കണ്ടെത്തി. നിലവിൽ ഏത് വിധേനയും ക്ഷേത്രഭൂമി കയ്യേറാനുള്ള ശ്രമമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. മാത്രമല്ല, ഈ സ്ഥലം കൈയേറ്റം ചെയ്ത് അല്ലെങ്കിൽ സ്ഥലം കൈക്കലാക്കിയതിനു ശേഷം അവിടെ ഒരു ശൗചാലയം നിർമ്മിക്കുക എന്ന പഞ്ചായത്തിന്റെ തീരുമാനത്തെയാണ് ഇവിടെ ഭക്തസമൂഹം എതിർക്കുന്നത്, വിശ്വാസി സമൂഹം എതിർക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഒരു ഭൂമി കയ്യേറുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ക്ഷേത്രഭൂമിയിൽ ശൗചാലയം പണിഞ്ഞ് ആരോടൊക്കെയോ ഉള്ള ഒരു അമർഷം തീർക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് എതിർക്കുന്നത്. ഇതാണ് ഏത് മതസ്ഥർ മറ്റേത് മതസ്ഥർ, ഒരു മതസ്ഥർ ഏത് മതസ്ഥരോട് ചെയ്താലും പാടില്ലാത്ത ഒരു കാര്യം ഇത് തന്നെയാണ്. മറ്റൊരാളുടെ ആചാരങ്ങളെ ലംഘിക്കാതിരിക്കുക, അവരുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കുക. ഇവിടെ മതവിശ്വാസ വ്രണപ്പെടുത്തലാണ് ഈ രണ്ട് സംഭവങ്ങളിലും നടന്നിരിക്കുന്നത്. അത് നമ്മൾ എല്ലാവരും ഏത് മതത്തിൽപ്പെട്ടവരായാലും നമ്മുടെ തൊട്ട് ചേർന്ന് നിൽക്കുന്നത് ഒരു സമൂഹമാണ്, എല്ലാ മതക്കാരും ഉള്ള ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ തൊട്ട് ചേർന്ന് നിൽക്കുന്നവരെ അവരുടെ മതവിശ്വാസത്തെ അംഗീകരിക്കുന്ന രീതിയിൽ പെരുമാറാൻ ഓരോ മനുഷ്യനും പഠിക്കുമ്പോഴാണ് നമ്മുടെ നാട് ബംഗ്ലാദേശ് പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ പോലെ തന്നെ അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെയും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എല്ലാവരും ഒരു ശ്രദ്ധ വയ്ക്കുക, മറ്റൊരു ആളുടെ മതവികാരങ്ങളെ മുറിവേൽപ്പിക്കാതിരിക്കാൻ മാന്യമായി ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മസ്.